ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഉമ്മച്ചിയുടെ ക്രാഫ്റ്റിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ. അപ്പം ഞങ്ങൾ ഉമ്മച്ചിയുടെ അടുത്ത് പോയി, ഞങ്ങൾ അളിയൻ്റെ ഉമ്മയാണ് കേട്ടോ അത്. ഉമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കുന്നത് ഉമ്മച്ചി കാണിച്ചു തന്ന്, അത് അതുപോലെ തന്നെയാണ് ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചീനെയും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഉമ്മച്ചിയെ, ഉമ്മച്ചിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നേ, പാള കൊണ്ട് ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനേ. അത് ഉണ്ടാക്കി സാധനം ഉമ്മച്ചി വിൽക്കുന്നുണ്ടോ അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മള് അത്രയും ആളുകൾ പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പം അതിൽ കൂടുതൽ ആളുകളും പറഞ്ഞത് ഈ ഒരു കളറുള്ള ഇതാണ്. ഇത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല, ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത് എന്നൊന്നും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിനെപ്പറ്റി ഉമ്മച്ചി എന്നെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണോ? അതൊന്നും ചെയ്തിട്ടില്ല. അതേമാതിരി പാളയിന്ന് അടർത്തി എടുത്തിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് പുതർത്തി എന്നിട്ട് ഇങ്ങനെയാണ് അത് ചെയ്യുക. ഇതിപ്പോ സാധാരണ അതുകൊണ്ടാണ് ഈ കളർ വന്നത്. വെള്ളത്തില് ഒരു രാത്രിയൊക്കെ ഇട്ടാൽ മതി, 2 ദിവസം ഇട്ടെങ്കിലും ഉണങ്ങിയതല്ലേ, ഉണങ്ങിയതായതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇത് കിട്ടാൻ ഒടിഞ്ഞു കിട്ടാൻ വേണ്ടി, ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിട്ട് 2 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറിയ പീസാക്കി എടുക്കുക. പൊളിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. കത്തിയാണ് വേണ്ടത്. ഉള്ളിലുള്ള ഭാഗമാണ് അതിങ്ങനെ പൊളിച്ചു പോകും. ഇതിന്റെ ബാക്ക് സൈഡില് പൊളിച്ച് ഒഴിവാക്കുക. ഇങ്ങോട്ട് ഒഴിവാക്കുക. ആ കുതിർത്ത് വെച്ചതുകൊണ്ട് ഇത് മാത്രം അങ്ങനെ കിട്ടും. കിട്ടും. അതും ആ സ്റ്റൈലിൽ പൊളിക്കണോ, അല്ല ഞാൻ പിടിച്ച് വലിച്ചു വിട്ടാൽ കൈകാര്യം ചെയ്യണം. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇങ്ങനെ മെല്ലെ മെല്ലെ അടർത്തി കൊണ്ടുവന്നിട്ട് ഷീറ്റായിട്ട് ഇഷ്ടത്തിൽ ഇത് വരണ്ടി ഇങ്ങനെയൊക്കെ പോക്കണം, വൃത്തിയാക്കണം. ഇതാ കണ്ടോ എൻ്റെ പർദ്ദയിലേക്ക് വീഴുന്നത്. ആയി വരിക. എന്നിട്ട് ഇനി പൂവിൻ്റെ എതിൻ്റെ ആകൃതിയിൽ വെട്ടുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് പൂവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇത് വെട്ടിക്കൊടുക്കും. ഇത് അങ്ങനെ ആക്കി പുതർത്തി വെച്ച ഇത് നല്ലൊരു വുഡൻ കളറിലേക്ക് വരുന്നുണ്ട്. അതെ അതിപ്പോൾ ഇങ്ങനെ അവൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇങ്ങനെ വെട്ടുക. ഞാൻ കാട്ടിത്തരാം, എല്ലാവരും കാണുന്നില്ലല്ലേ. അതാ ഇടത്തെ കൈയാണ്, ആരും കളിയാക്കരുത്. അതേ ഉള്ളതാണ് കൈ ഇടത്ത്. ഭക്ഷണം കഴിക്കാൻ മാത്രം വലത്ത്. ഇങ്ങനെ ഈ ഇതളായിട്ട് ഇങ്ങോട്ട് വെട്ടുക. ഷേപ്പാക്കി എടുക്കുക. അപ്പം കണ്ണൂര് പറയുമല്ലോ അല്ലേ, കണ്ട് അതെ. എന്നിട്ട് ഇനി ഇങ്ങനെ അതിൻ്റെ ആകൃതി എൻ്റെ ആകൃതിയിൽ ഇങ്ങനെ വെട്ടുക. ഇതാ ഇങ്ങനെ അതന്നെ വേറെ വരക്കും കുറിക്കൊന്നും ഇല്ല. അതെ ആദ്യം എല്ലാത്തിനും ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് എഡ്ജുകളൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നേ ഉള്ളൂ. പുതിയ പുതിയ ട്രിക്കുകൾ ഉമ്മച്ചിൻ്റെ അടുത്ത് പുറത്ത് വരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇപ്പം കണ്ടോ, ഇതൊക്കെ ഇതളുകളായി വന്നു. ഇനി ഇത് പല വലിപ്പത്തിൽ കുറച്ചും കൂട്ടിയൊക്കെ ചെയ്യാം. സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, സെറ്റ് ചെയ്ത് വെച്ചത്. ഇത് പാളല്ല, കീറിപ്പോവും. അതിനാണ് ഇത് അടിയിൽ ഇത് വെക്കുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറാ വെച്ചിട്ട് ഉള്ളില് പാള വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചുരുട്ടുക.
ഈർക്കിളി പോലുള്ള ഈർക്കലി തന്നെയാണ്. കമ്പിയോ എന്തെങ്കിലും വെച്ചാൽ മതി. ഞാൻ ഈർക്കള വെക്കൽ ഇതാ, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അമർത്താം നല്ലോണം. മനസ്സിലായല്ലോ. ഈ പാള കീറി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ അകത്താണ് ഉമ്മച്ചി അത് വെച്ചിട്ടുള്ളത്. അതാ എന്നിട്ട് മെല്ലെ മെല്ലെ ഇടർത്തി എടുക്കുക. അപ്പോൾ അതാ ചുരുങ്ങി ചുരുണ്ട് നല്ല ഒറിജിനാലിറ്റി വന്നത്. ഇപ്പൊ ലൈവ് ചെയ്തതാണ് ഈ ഒരു പീസ്. അതൊക്കെ നേരത്തെ അങ്ങനെ ആക്കിയതാണ്. അതൊക്കെ ഒന്നും കൂടി ഉമ്മച്ചി ചെയ്ത് കാണിച്ചു തരും. അതിൽ വെച്ച് ഒന്നിച്ചങ്ങോട്ടേക്ക് ചുരുട്ടി ഒന്നിച്ചാണ്ട് ചുരുട്ടുക. എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ അങ്ങോട്ട് അമർത്തി വെച്ചാൽ പിന്നെ ഒന്നാവുമല്ലോ. അതിനാണ് പുതർത്തുന്നത്. ഒറ്റ പൊട്ടി കീറിക്കാളും. അപ്പോൾ രണ്ടെണ്ണായി. പെറ്റൽസ് ആയി വന്നിട്ടുണ്ട്. ഉമ്മച്ചി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മച്ചിനെ അതുകൊണ്ടിട്ട് ചെയ്തിരുന്നു ഇങ്ങോട്ട് വരുന്നതൊക്കെ. അപ്പം അങ്ങനെ ചെയ്ത് വെച്ചതിനെ ഉമ്മച്ചി ഇനി സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരും. അത് തന്നെ കാണിച്ചു തരാം. അതിനാണിപ്പം കമ്പി എവിടെ വെച്ച്, ആ കമ്പിയല്ല അവളെ, കട്ടിയുള്ള കമ്പി വേറുണ്ട്. ഇതാണ് വേണ്ടി. അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലുള്ള കമ്പിന്റെ അറ്റം ഇതൊക്കെ ഇങ്ങനെ കെട്ടാക്കി വെച്ചിട്ടാണ് വെച്ചതാണ് ആദ്യം. ഇതിന്റെ എഡ്ജിനെ ഇതങ്ങനെ ഒന്ന് മടക്കി വെച്ച് ഇനിയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യുന്നത് ചെറുതാദ്യം വെക്കുക. അങ്ങനെ വെച്ച് നൂല് കണ്ട് കെട്ടുക. ഇതേ ഫ്ലവേഴ്സ് ഞാൻ ക്രാഫ്റ്റ് വില്ലേജിൽ പോയ സമയത്ത് കണ്ടിരുന്നേ. അവിടെ നല്ല റേറ്റ് ആണ് ഇതിന് കണ്ടത്. അപ്പൊ ഞാൻ ഈ കളറ് കണ്ടപ്പം വിചാരിച്ച് വേറെ എന്തോ സാധനമായിരിക്കും. നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴാണ് ഇത് റെഡ് പാമിൻ്റെതായത് കൊണ്ടാണ് ഈ കളർ എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ച വാർണിഷ് എന്തോ അടിച്ചതായിരിക്കുന്നതാണ്. ഇത് അടിച്ചാണെന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെ വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോരാ. അപ്പോൾ ഒരു പൂവാകൃതിയിൽ എങ്ങനെ ആയി വരും, പൂവിൻ്റെ ആകൃതിയിൽ. ഒരു പൂവിന് നല്ലോണം കുറച്ച് തോനെ വേണം. അപ്പോൾ ആ വലിയ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പാള ഫുള്ളും മതിയാവും. ഒരു പാള മതിയാവില്ല. ഇത് 5 പാളയാണിത്. 5 പാള അതിന് മുഴുവൻ കിട്ടൂല്ലോ. കുറേ നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു. ആ നല്ല ഭാഗം മാത്രമേ എടുത്ത് വെക്കൂ. ഇല്ല, മറ്റേ പാള പൊഞ്ഞൂടുമ്പം കൊണ്ടുവന്ന് കാണിച്ചാൽ പുതർത്തണ്ട. ഇത് വീഴുമ്പം തന്നെ ഉണങ്ങിക്കൊണ്ടാ വീഴുക. അതാണ് വീഴുന്നുള്ളൂ. അതന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു പൂവായി. ഇത് കണ്ടാ പാരം മനസ്സിലാക്കാൻ അല്ലേ? പറഞ്ഞു കൊടുത്താൽ കളറില്ലാന്നേ ഉള്ളൂ. ഈ പൂവ് ചെയ്യുന്നതാണ് ഇനി പറഞ്ഞെടുക്കേണ്ടത്. കുറെ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നേ. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന തുണീൻ്റെ പേര് ഓർഗാൻഡി എന്നാണ്. ഓർഗാൻഡി ക്ലോത്തിനെ ഷേപ്പിൽ മുറിച്ച് റോളൊക്കെ ചെയ്തിട്ടാണ് ഇതാക്കി എടുക്കുന്നത്. ഉമ്മച്ചി തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരും. കട്ട് ചെയ്തിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഉമ്മച്ചി ചെയ്യുന്നത്. ഇത് പകുതിയാക്കുക. പകുതി അങ്ങനെ 3 എണ്ണം വേണം ഒരു പൂവിന്. ശരി, 3 എണ്ണം. ഈ ഒരു ഷേപ്പിലുള്ള ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള 3 പീസ് വേണം എന്നാണ് ഉമ്മച്ചി പറയുന്നത്. അതിൻ്റെ സൈസ് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചെയ്യാം.
വലിയ പൂവാണെങ്കിൽ വലിയത് വലുതെടുക്കുക. കയ്യിൽ പിടിച്ച് ഇങ്ങനെ ചിരുട്ടാണ് ചിരുട്ട. ഇതാ ചിരുട്ട. ഫിംഗർ മാജിക് എന്നൊക്കെ പറയണത് ഇത് തന്നെയാണ്. ചിരുട്ടൽ തന്നെയാണ് അതിന്റെ ഐഡിയ വരുന്നത്. അതിങ്ങനെ അങ്ങോട്ട് പിടിച്ചാണ്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചാളും. കണ്ടോ? അങ്ങനത്തെ 3 വേണം ഒരു പൂവിന്. പൂവ് ചെയ്യാനല്ലേ? ഈ ഒരു പൂവിന് 3 വേണം. അതാണെങ്കിലും അതിന് വെള്ള വേണമെന്നേ ഉള്ളൂ. കളർ വ്യത്യാസം ഉണ്ടോ? അതിന് 2 കളറേ ഉള്ളൂ. 3 ഫ്ലവറും പിന്നെ 3 പെറ്റലും ലീഫും ആക്കിയിട്ടാണ് ഇത് ചെയ്തത്. ചുരുട്ടുന്നതൊന്നും കൂടി കാണിച്ചു കൊടുക്കാം. ഇതങ്ങനെ കൈ വിരല് 2 വിരല് കൊണ്ടും അകത്തേക്ക് ഇങ്ങനെ ചുരുട്ടി എടുക്കുക ചെയ്യുന്നത്. കൗത്തി വെച്ചിട്ടാണ് തിരിച്ച് മറ്റേ സൈഡും കൂടെ കൂട്ടി അതിൻ്റെ കൂടെ അങ്ങോട്ട് തിരിച്ചെടുക്കുക. ഓക്കെ, കണ്ടോ? ഇങ്ങനെ പെറ്റൽസ് ചെയ്യാം. ഈ കളർ കോമ്പിനേഷൻ കണ്ടോ അമ്മച്ചി? ഭയങ്കര ഇപ്പോഴത്തെ ട്രെൻഡിയാണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ. ഇത് റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ എന്ത് രസമല്ലേ കാണാൻ. ഇതിപ്പോൾ 3 കേട്ടോ. 3 പെറ്റൽസ് ആയി. കേട്ടോ? ലീഫിനും കട്ട് ചെയ്യുന്നത് അതേ ആകൃതി തന്നെ, പെറ്റലിന് കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇതാ ഞാൻ അത് സ്ക്വയർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഫോൾഡിങ് നമ്മൾ മനസ്സിലാക്കണേ. നമ്മളിങ്ങനെ സ്കെയിലൊക്കെ എടുത്ത് അളക്കുന്നതിന് പകരം ഉമ്മച്ചി ചെയ്യുന്ന ഒന്നുമില്ല. അളവും കാര്യമൊന്നുമില്ല. സ്വന്തം ഐഡിയ മാത്രം. ഇതിന് വേണം 3. ഈ ഓർഗാൻഡി തുണി ആയതുകൊണ്ട് എന്താ വെച്ചാല് അത് സ്റ്റിഫായി നിന്നോളും. നനവ് വെറ്റാതിരുന്നാൽ ഇത് അങ്ങനെ എത്ര കാലം വേണമെങ്കിൽ. ഇതൊക്കെ ഉമ്മച്ചിന്റെ വീട്ടിൽ കുറേ കാലമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നമ്മളവിടെ താമസിച്ചത് മുതൽക്കുണ്ട്. ഒന്നാവില്ല സോഫേസിൽ വെച്ചാൽ. ഇനിയിപ്പം ഇതിൻ്റെ ഇത് കാണിക്കുകയാണേ. ഇതങ്ങനെ ഇങ്ങനെ ട്രയാങ്കിളിന്റെ ആ ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് തന്നെ ചുരുട്ട ഉള്ളിലേക്ക് മടക്കി അവിടെ കോണൊന്ന് ചുരുട്ടി കൊടുക്കുക അല്ലേ? കോൺ ചുരുട്ട. അപ്പോൾ ഒന്നായി. അതേമാതിരി തന്നെ ഇത് അതേപോലെ തന്നെ ഒന്നും കൂടി അതൊന്നും കൂടി കാണിക്കും. അതാ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി ആ സൈഡ് അത് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് കോണൊന്ന് കൂട്ടി ചുരുട്ടി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് എവിടുന്നാ കിട്ടിയത്? പിന്നെ കക്കോന്ന് എൻ്റെ മൂത്തച്ഛൻ്റെ മോൻ്റെ മോള് പഠിപ്പിച്ചത്. അതേമാതിരി തന്നെ നൂലുടുപ്പിൻ്റെതും ഓളമ്മ. ആ നൂലുടുപ്പിനെ പറ്റി കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു, എന്ത് ഓർഡർ തന്നാൽ ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഇപ്പൊ അത് നടക്കലുണ്ടാവില്ല, കാരണം അളവെടുക്കാനൊക്കെ നമ്മള് പോണ്ടി വരും, അപ്പൊ അതുകൊണ്ട് അതൊന്നും നടക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നാ പറഞ്ഞത്. ഇപ്പൊ അതിനൊന്നും കഴിയൂല ഏറ്റിട്ട് കാര്യമില്ല. ഒന്നും കഴിയൂല. അപ്പം അതിങ്ങനെ ആക്കിയിട്ടേ 3 ലീഫ് ചെയ്ത് ഇനി അത് ഇത് ഫ്ലവർ ആക്കി അറേഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ സെന്ററിൽ വെക്കാനുള്ള ഈ സാധനം ഇപ്പൊ ഉമ്മച്ചിന്റെ കയ്യിലില്ല. ഇപ്പൊ ഉമ്മച്ചി പുറത്തൊന്നും ഇറങ്ങാത്തത് കൊണ്ട് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ കയ്യിലും ഇല്ല. എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് വന്നാ മതിയായിരുന്നു. ഇനി അതിന്റെ സെന്ററിൽ വെക്കുന്നത് വെക്കാതെയാണ് ഇപ്പൊ സെറ്റ് ചെയ്യുന്നത് കാണിച്ചത്. ഇത് ജസ്റ്റ് എല്ലാവർക്കും എല്ലാവർക്കും നമ്മള് കാണുന്നതാണല്ലോ. അതിന് പകരം ചെയ്യാവുന്ന ഒരു സാധനമാണ് ഇത്. എന്ത് ഈർപ്പന്റെ അറ്റത്ത് ഒരു ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിന് ഉമ്മച്ചി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനിപ്പം ഇങ്ങനെ വെക്കണ്ടേ? നടുവിലൊരു നടുവില അതാണ് ഈ ഇതാണ് നടുവിൽ വരേണ്ടത്. ഇതൊക്കെ ഇതിന് വെക്കുന്നില്ല, ഇല്ലാത്തത് കൊണ്ടിട്ട്. ഒരു പെറ്റലും ഒരു ഇലയും വെച്ചിട്ടാണ് ഇതാക്കുന്നത്. പെറ്റല് മൊത്തം വെച്ചിട്ടല്ല അതില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ 3 ഓരോ തവണയും നൂല് കൊണ്ട് ചുറ്റി കൊടുക്കണം. ഞാൻ പിടുത്തം വിട്ടു പോകും.
ഈ മൂന്നാമത്താണേ. ചുറ്റി ഇത് പിന്നെ നമ്മളെ ഗ്രീൻ ടാപ്പ് ഇതൊക്കെ അമ്മച്ചിൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ട്. അതെ തീരാത്തതൊന്നും. ഗ്രീൻ ടാപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. ഗ്രീൻ ടാപ്പ് ഇങ്ങനെ ഒരു ഗമ്മുള്ള ടൈപ്പ് ഒരു ടാപ്പാണ്. അതിങ്ങനെ വലിച്ചിട്ട് ആ കമ്പിയിലേക്ക് കൂടി ചുറ്റി ചുറ്റി കമ്പി കാണാത്ത വിധത്തിൽ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉണ്ടാക്കിയതൊന്നും ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ അല്ല അതാ ഇത് ഈ മോഡലാണ്. കളറ് ആയില്ല എന്നേ ഉള്ളൂ. ആ മോഡൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പണി ഉമ്മച്ചിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടാക്കിയിരുന്നത് ഈ പറ്റലടക്കമുള്ള അത് കിട്ടിയാൽ അത് വെച്ച് കൊടുത്താൽ മതി. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വെല്ലുവിളി വെച്ചിക്കാണ്ട് അവിടെ ഒട്ടിച്ചാൽ മതി. അതേപോലെ ഓരോ ഫ്ലവറും ചെയ്തെടുത്തിട്ടാണ് ഇത്രയും വലിയൊരു ബഞ്ചായിട്ടുള്ളൊരു ഇത്. ഈ ഒരു കമ്പി, ഈ സ്റ്റാൻഡ് അടക്കമുള്ള ഒരു കമ്പിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഈ ടാപ്പ് തന്നെ ചുറ്റിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. 2 ഫ്ലവർ കാണിച്ചു തന്നു അമ്മച്ചി. മൂന്നാമത്തെ ഒരു ഫ്ലവർ ഡെമോ ഇല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് തെങ്ങിൻ്റെ പൂക്കുല എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് തേങ്ങ കായ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാവുമല്ലോ, കൊലച്ചില് പല നാട്ടിലും പലതാ പറയാം. അതിന് കളറും കൊടുത്തിട്ട് നമ്മള് പിന്നെ നമ്മള് എന്താ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഷീറ്റ് കൊണ്ട് ഫ്ലവർ ചെയ്തതാണ്. അത് ഇങ്ങനെ ഈ കളർ കോമ്പിനേഷൻ നോക്കിയേ, വൈറ്റില് മെറൂണ് സെന്ററിൽ കൊടുത്തിട്ടൊക്കെ എന്താ അല്ലേ, ഇതൊക്കെ ഒന്നും ആരും മച്ചിപ്പോൾ നമ്മളെപ്പോലെ കളർഫുൾ ആയിട്ട് ഡ്രസ്സിങ് ഒന്നും കാണുന്നില്ല. പക്ഷെ മച്ചിൻ്റെ മൈൻഡിൽ തന്നെ വരുന്ന കളർഫുൾ കോമ്പിനേഷൻ ഒക്കെയാണത്. തേങ്ങന്റെ മൂലാണ് മൊത്തിയാണ് ഈ തേങ്ങന്റെ മൊത്തിമല് പച്ച കളർ കൊടുത്ത് നല്ല സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ട് ഡ്രസ് കളർ കോമ്പിനേഷന് വേണ്ടി കണ്ടു വെച്ചോളൂ. അപ്പം അമ്മച്ചിയെ കുറെ ആളുകൾക്ക് നല്ല സന്തോഷമായി ഉണ്ടാവും. കാരണം അമ്മച്ചിന്റെ കയ്യിൽ നിന്ന് തന്നെ ഈ സാധനങ്ങൾ അവർ കണ്ടല്ലോ, താല്പര്യമുള്ള ആളുകൾ അതിന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ആവശ്യപ്രകാരം നിങ്ങൾ ഇതിന് ഒരുങ്ങി റെഡിയായി വന്നതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിനേറെ എനിക്ക് സന്തോഷം. അപ്പൊ ഇൻഷാ അല്ലാ ഇനിയും ആളുകൾ എന്തൊക്കെയാ ചോദിക്കാന്നറിയില്ല. ഉമ്മച്ചിയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കട്ടെ. മനസ്സിലായി കിട്ടാൻ ഞാൻ ആയിക്കോട്ടെ. അപ്പൊ എന്നാല് ഓക്കെ, നമുക്ക് ഇനിയൊരു വീഡിയോയിലേക്ക് കൂടി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ അവരും കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഉമ്മച്ചിയുടെ ക്രാഫ്റ്റ് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് അളിയനും ഉമ്മച്ചിയും. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്കും ഷെയറും ആരും മറക്കുന്നില്ലെന്ന് പ്രതീക്ഷിക്കട്ടെ. മറ്റൊരു വീഡിയോയിലേക്ക് കൂടി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. അസ്സലാമു അലൈക്കും.